ലഭതേ രതിം മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥുചരിതം പറഞ്ഞ് സമർപ്പിച്ചത്. രതിം മനുഷ്യ, മനുഷ്യനായിട്ട് തീരണം എന്ന് പറയും. ആദ്യം നമ്മൾ ആരായിരിക്കണം? മനുഷ്യനായിരിക്കണം. മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ എന്ന് പറയും അല്ലേ? ആദ്യം മനുഷ്യനായിരിക്കണം. ഞാൻ മനുഷ്യനാണ് എന്നുള്ള ഒരു ബോധം, അതാണ് നമുക്കിതാ ഉണ്ടാവേണ്ടത്. മനുഷ്യനായിട്ടും മൃഗങ്ങളുടെ സ്വഭാവം ആവാൻ പാടില്ല പറയും. മൃഗങ്ങൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടിച്ചു കീറാനായിട്ട് ഇതാ പുറപ്പെടും. അപ്പം അതാവാൻ പാടില്ല. ആദ്യം നമ്മൾ മനുഷ്യനായിട്ട് തീരാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കേണ്ടതാണ്. 2 കാലുള്ള ആളായിട്ടും 4 കാലുള്ള ജീവിയുടെ സ്വഭാവം ആവാനായിട്ട് ഇതാ പാടില്ല. മനുഷ്യത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്ത് വേണം? മനുഷ്യനാണ് എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ മുമുക്ഷുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? മോക്ഷത്തിലേക്ക് എത്തിച്ചേരേണ്ടവനാണ് ഞാൻ എന്നുള്ള ആ ഭാവത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് ഇതാ സാധിക്കണം. ഇങ്ങനെ മഹാപുരുഷ സംശ്രയ, ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിലോ മഹാപുരുഷ സംശ്രയ, സജ്ജനങ്ങളായിരിക്കുന്ന ആളുകളോട് കൂടിയിട്ട് കൂടിച്ചേർന്ന് സഞ്ചരിക്കാനായിട്ട് സാധിക്കണം. സൽപഥത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് ഇതാ സാധിക്കണം. സന്മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? എന്തിനാ സന്മാർഗം എന്ന് പറയുക? ഏതാണ് സന്മാർഗം? മഹാജനോ യേനഗത സപന്ഥ, മഹാത്മാക്കളായിരിക്കുന്ന ആളുകൾ സഞ്ചരിച്ചതായിരിക്കുന്ന വഴിക്കാണ് സന്മാർഗം എന്നിതാ പറയും. നല്ലതായിരിക്കുന്ന വഴി, ആ വഴിയിലൂടെ നടന്ന് പരമമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് ഈ മനുഷ്യഭാവത്ത് തന്നെ എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിക്കണം. മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ പരമമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് എത്തിച്ചേരണം. അതിനെന്ത് വേണം? ഭഗവാനെ ഉപാസിച്ചതായ അനവധി കഥാപാത്രങ്ങളുടെ ചരിത്രമാണ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. പൃഥു മഹാരാജാവിൻ്റെ ചരിത്രം വർണ്ണിച്ചു. അനുദിനമിതമാദരേണ ശൃണ്വൻ, അനുദിനം എല്ലാ ദിവസവും ഈ പൃഥു മഹാരാജാവിൻ്റെ ചരിത്രത്തിനെ ശൃണ്വൻ, നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കുക. പൃഥുചരിതം പ്രഥയൻ വിമുക്ത സംഘ, ഈ പൃഥുചരിതം കേട്ട് കഴിഞ്ഞാൽ നമുക്കതാ മനസ്സിലാവും എന്താണ് വിമുക്ത സംഘ. എല്ലാ സംഘത്തിൽ നിന്നും നമ്മൾ വിമുക്തനായിട്ട് തീരുകയാണ് വേണ്ടത് അല്ലേ? മുക്തിയാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. സംഘം ഉണ്ടായി കഴിഞ്ഞാലോ അതിൽ നിന്ന് അപകടമാണ് ഇതാ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് സംഘം ഇല്ലാതെ ഈ ലോകത്തതാ ജീവിക്കുക. കൂടിച്ചേരലില്ലാതെ, ആരോടും വല്ലാതെ ബന്ധമൊന്നുമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് ഇതാ സാധിക്കണം. അതാണ് വിവേകാനന്ദ സ്വാമികൾ വർണ്ണിക്കുന്നത്. കൊട്ടത്തേങ്ങ പോലെ ആവണം ജീവിതം എന്ന് പറയും. എന്താ കൊട്ടത്തേങ്ങയുടെ പ്രത്യേകത എന്താണ്? കൊട്ടത്തേങ്ങ എന്നല്ലേ ഇങ്ങോട്ട് പറയുക? മനസ്സിലായില്ല എന്താ പറഞ്ഞത്? കൊട്ടത്തേങ്ങ പോലെ ആവണം ജീവിതം എന്ന് പറയും. എന്താ കൊട്ടത്തേങ്ങയുടെ പ്രത്യേകത? നാളികേരം അത് ആ ചിരട്ടേൻ്റെ ഉള്ളിലാണെങ്കിലും ചിരട്ടയായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലേ? അപ്പോൾ ചിരട്ടയായിട്ട് ബന്ധമില്ലാതെ ഈ കൊട്ടത്തേങ്ങ ഇരിക്കുമ്പോൾ ചിരട്ട എങ്ങനെ പൊട്ടിക്കഴിഞ്ഞാലും കൊട്ടത്തേങ്ങയ്ക്ക് ഒരു കുഴപ്പമില്ല. ചിരട്ട എങ്ങനെ പൊട്ടിക്കഴിഞ്ഞാലും കൊട്ടത്തേങ്ങയ്ക്ക് ഇതാ ഒരു കുഴപ്പവും ഇതാ വരില്ല. എന്നാൽ നാളികേരാണെന്നുണ്ട് വെച്ചാലോ, നാളികേരത്തിൽ ചിരട്ട എങ്ങനെയാണോ പൊട്ടുന്നത് അതേപോലെ നാളികേരും പൊട്ടാനായിട്ട് ഇതാ പുറപ്പെടും അല്ലേ? അപ്പോൾ കൊട്ടത്തേങ്ങ പോലെയാണെന്നുണ്ട് വെച്ചാൽ പ്രയാസങ്ങൾ ഇതാ ഉണ്ടാവണില്ല. നാളികേരാവുന്ന സമയത്തോ പ്രയാസം ഉണ്ടാവണു അല്ലേ? ചിരട്ടയ്ക്ക് എങ്ങനെയൊക്കെയാണോ രൂപഭേദം വരണത്, മാറ്റങ്ങൾ വരണത്, അതേപോലെ ആയിരിക്കണു നമ്മളുടെ ജീവിതം. അപ്പോൾ കൊട്ടത്തേങ്ങ ആവുകയാണോ വേണ്ടത്? നമ്മൾ നാളികേരാവുകയാണോ വേണ്ടത്? എന്തായാലും ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കാൻ, ഭഗവാനെ കൊട്ടത്തേങ്ങയാക്കി തരണേ, ഭഗവാനെ കൊട്ടത്തേങ്ങയാക്കി തരണേ അല്ലേ? രാവിലെ നേരത്തെ ഇത് പ്രാർത്ഥിച്ചാൽ മതി. കൊട്ടത്തേങ്ങയായിട്ട് തീരണേ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ അച്ഛനാണ്, അമ്മയാണ്, ഭാര്യയാണ്, മകനാണ്, ഉദ്യോഗസ്ഥനാണ്, പലതരത്തിലുള്ള ജോലിയുള്ള ആൾക്കാരാണ്.
അതൊക്കെയാണ് എന്നുണ്ടെങ്കിലും അവരായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, വല്ലാതെ ബന്ധമില്ലാതെ ജീവിക്കാൻ സാധിക്കണം. വല്ലാതെ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒതന്നെ എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കരച്ചിലിൻ്റെ അളവ് ഇങ്ങനെ കൂടി ഇതാ വരും. ഇപ്പം എന്ത് വേണം? വാച്ച് നോക്കി കരയാനായിട്ട് സാധിക്കണം. അരമണിക്കൂറേ ഞാൻ കരയുള്ളൂ എന്ന് ആദ്യമേ ഉറപ്പിക്കുക. ആര് മരിച്ചാലും തർക്കമില്ല, അരമണിക്കൂർ ഞാൻ കരയും. അത് ഞാൻ കൃത്യം സമയം വെച്ചിട്ട് കരയും അല്ലേ. ഇങ്ങനെ കൃത്യമായിട്ട് ഞാൻ സമയം നോക്കി കരയണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അവർ കൊട്ടത്തേങ്ങയാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി. വിമുക്ത സംഘം എല്ലാവിധ സംഘത്തിൽ നിന്നും മോചനം ഉണ്ടാവുകയാണ് വേണ്ടത്. നിപുണാം ലഭതേ രതിം മനുഷ്യാം. അങ്ങനെ പൃഥുമഹാരാജാവിൻ്റെ ചരിത്രം വർണ്ണിച്ച് സമർപ്പിച്ചു. ആ വംശം ഇങ്ങനെ വർണ്ണിച്ച് വരുന്ന സമയത്താണ് അതിൽ വിജിതാശ്വൻ എന്ന പേരായിട്ട് ഒരു രാജാവ്. അദ്ദേഹത്തിൻ്റെ വംശത്തിൽ ബരിഹിഷത്ത് എന്ന പേരായി മറ്റൊരു രാജാവ്. ആ ബരിഹിഷത്ത് ശതദ്രുതി എന്ന പേരായി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആ ശതദ്രുതിയിൽ ദശാഭവൻ ഒരുമിച്ച് 10 കുട്ടികളുണ്ടായി. ഇത്ര ഒരേപോലത്തെ 2 കുട്ടികളൊക്കെ ഉള്ള അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരേപോലത്തെ 2 കുട്ടികളുള്ള അമ്മമാരെ മാറിപ്പോവും ചിലപ്പോൾ ഇരട്ട കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഒരേപോലത്തെ 2 കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ട്വിൻസ് പറയും. ഇവിടെ ഒരേപോലത്തെ 2 കുട്ടികളല്ല, 10 കുട്ടികളാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ എന്താ ട്വിൻസ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക? വേണമെച്ചാൽ ടെൻസ് എന്ന് പറയാം. ടെൻസ് 10 കുട്ടികളാണ് ഒരേപോലത്തെ. എന്ത് രസമാവില്ലേ? നമ്മളെ വീട്ടിലാണെന്നുണ്ട് വെച്ചാലും എൻ്റെ ഭഗവാന് അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കൂ. 10 കുട്ടികൾ ഒരുമിച്ച് 10 കുട്ടികൾ 10 തൊട്ടിൽ വേണം അല്ലേ. എത്ര നേഴ്സുമാർ വേണ്ടി വരും ആലോചിച്ച് നോക്കൂലേ. ഇവരൊക്കെ നോക്കി വളർത്താൻ വേണ്ടിയിട്ടല്ലേ. അമ്മമാർക്ക് സ്വന്തം പറ്റൂ. ഇത്ര ആൾക്കാർ വേണം കുട്ടികളെ വളർത്തി കൊണ്ടുവരാൻ. അവിടെയൊക്കെ അതൊക്കെ ഉണ്ടാവുമായിരിക്കും, ആർക്കറിയാം. ദശാഭവൻ. അതും ഈ കുട്ടികൾക്ക് പറഞ്ഞാൽ എന്തൊരു സൗന്ദര്യം അറിയില്ല. അച്ഛന് നല്ല സൗന്ദര്യം, അമ്മയ്ക്ക് അതിലേറെ സൗന്ദര്യം, കുട്ടികൾക്ക് അതിലേറെ സൗന്ദര്യം. അതാണല്ലോ. അങ്ങനെ നല്ല സൗന്ദര്യമുള്ളതായിരിക്കുന്ന ഈ കുട്ടികൾ അവരെങ്ങനെ നടന്ന് പ്രചേതസാം ഗിരിത്രേണായഥാ ശിൽപതി സംഗമാം. ഇവരങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ആരെ കണ്ടെത്തിയത്? ഗിരിത്രേണ. ആരാണ്? സാക്ഷാൽ മഹാദേവനെ കണ്ടെത്തിയത്രേ. മഹാദേവനെ കണ്ടെത്തിയ സമയത്ത് അവർക്ക് നല്ല സന്തോഷമായി. ഹരഹ പ്രിയതസ്തന്നോ ബ്രഹ്മൻ വദാർത്ഥവത്. ഹരഹ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ. ആ മഹാദേവനെ കുട്ടികളെ കണ്ട സമയത്ത് നല്ല സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടു കൂടിയ ആ മഹാദേവൻ ദുർലഭോ മുനയോ ദദ്യു അസംഗാദ്യമഭീപ്സിതം. അവർക്ക് നന്നായിട്ട് മനസ്സിലായി ഈ സജ്ജനങ്ങളായിരിക്കുന്ന ആളുകളെ ജീവിതത്തിൽ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുർലഭമായിട്ടേ ജീവിതത്തിൽ അതാ ലഭിക്കുള്ളൂ. ഇങ്ങനെ ആത്മാരാമനായിരിക്കുന്ന സാക്ഷാൽ മഹാദേവനെ കണ്ടതോടുകൂടി അവർക്ക് ഇതാ സന്തോഷമായി. അങ്ങനെ ആ മഹാദേവൻ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ശ്രീ ഗുരുവായൂരപ്പനെ ഉപാസിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ അതാ നടക്കുന്നത്. ആ ഭഗവാന്റെ രൂപം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ ഞാനിതാ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വലിയ ഒരു സരസ്സിൻ്റെ തീരത്ത്, ആ സരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സമുദ്രമുപവിസ്തീർണം, വളരെ വലിയതായിരിക്കുന്ന സരസ്സാണ്. ആ സരസ്സിലോ ധാരാളം താമരപ്പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നീലരക്തോൽപ്പലാംഭോജ കൽഹാരിന്ദീവരാകരം ഹംസസാരസചക്രാഹ്വ. ഹംസങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. എന്ത് രസമായിരിക്കൂലേ. താമരപ്പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ട് സരസിൽ. അങ്ങനെ ഗാന്ധർവമാകർണ്യം. ഇപ്പം അവർക്ക് നന്നായിട്ട് മനസ്സിലായി ഈ കണ്ടതായിരിക്കുന്ന മഹാദേവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചില്ലറക്കാരനല്ല, ഗാന്ധർവമാകർണ്യം. അസലായിട്ട് പാട്ട് പാടാൻ അറിയുന്നയാള്. മഹാദേവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറക്ക പാട്ട് പാടുന്നുണ്ട് അത്രേ. അതാണ് നടരാജനാണ് അല്ലേ. മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടരാജനാണ്. ചിദംബരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ ആ യഥാർത്ഥ ഭാവം നമുക്കിതാ കാണാനായിട്ട് സാധിക്കും. ചിദംബരേശ്വരനായിരിക്കുന്ന ഭഗവാൻ ഒരു സൗന്ദര്യ ഭഗവാൻ എന്നാണ് വിചാരിച്ചത്. അത്രയും സൗന്ദര്യത്തോടു കൂടിയ സാക്ഷാൽ മഹാദേവൻ. ആ മഹാദേവനെ ഇവർ നന്നായിട്ടൊന്ന് കണ്ടു അത്രേ. കഴുത്തിലേക്ക് നോക്കിയപ്പോൾ
ധാരാളം സർപ്പങ്ങളുണ്ട്. 2 കണ്ണല്ല 3 കണ്ണുണ്ട്. ആ ജടാമകുടത്തിൽ ഭാര്യ ആദ്യം തന്നെ തലേ കയറിയിരിക്കുന്നുണ്ട്. ആരാ? ഗംഗാദേവി അല്ലേ? ഗംഗാ ഭഗവതി ശിരസിലാണതായിരിക്കണം. അതാണ് മഹാദേവൻ എപ്പോഴും ഭാര്യേനെ തലയിൽ വെക്കൂത്രേ. അമ്പലത്തേക്ക് തൊഴാൻ വരുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് മഹാദേവൻ ശ്രീകോവിലുള്ളിൽ ഇരുന്ന് പറയുക, ഭാര്യേനെ തലയിൽ വെക്കുക എന്നാണ് പറയണത് അല്ലേ? കണ്ടില്ലേ ഞാനൊക്കെ തലയിൽ വെച്ചത്. അതേപോലെ ഭാര്യേനെ നന്നായിട്ട് ബഹുമാനിക്കണം. അതാണ് മഹാദേവൻ എപ്പോഴും ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലേ? ഭാര്യയെ നന്നായിട്ട് ബഹുമാനിക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ബഹുമാനിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. നന്നായിട്ട് ബഹുമാനിക്കുകയാണ് വേണ്ടത് എന്ന് മഹാദേവൻ നമ്മളോട് പറഞ്ഞതാ തരുന്ന രീതിയിൽ. അങ്ങനെയുള്ള ആ മഹാദേവനെ കുട്ടികൾക്ക് കാണാനായിട്ട് സാധിച്ചു. പ്രസാദസുമുഖം വീക്ഷ്യ പ്രണേമുർജാത കൗതുക. ഈ കുട്ടികളുടെ വിനയൊക്കെ പാടെ കണ്ടപ്പോൾ മഹാദേവന് അതിലേറെ സന്തോഷമായി ഇത്രേ അല്ലേ? ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം തോന്നും അല്ലേ? എല്ലാവരോടും സ്നേഹം തോന്നും. ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലോ വാട്സപ്പ് നമ്പറൊക്കെ വാങ്ങും. ചില ആൾക്കാർ എല്ലാവരോടൊന്നും വാങ്ങില്ല. കൊടുക്കണ്ട കേട്ടോ നമ്പർ. കൊടുത്താപ്പക്കട. അങ്ങനെ എല്ലാവരോടും ഒരേപോലെ ഇല്ല. ചില ആൾക്കാരോട് ഇവരുടെ ഈ വിനയഭാവമൊക്കെ പാടെ കണ്ടപ്പോൾ മഹാദേവന് നല്ല സന്തോഷമായി ഇത്രേ. അങ്ങനെ മഹാദേവൻ ഈ കുട്ടികളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രം പറഞ്ഞുതരാ പറഞ്ഞു. എന്താ മന്ത്രത്തിൻ്റെ പേര് അറിയോ? യോഗാദേശം എന്നാണ് മന്ത്രത്തിൻ്റെ പേര്. ഇത് മഹാദേവൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് ആ മന്ത്രത്തിന് രുദ്രഗീതം എന്നുള്ള പേരും കൂടി കിട്ടി. ഈ രുദ്രഗീതം നിങ്ങളങ്ങനെ ജപിച്ച് ഈ ശ്രീ ഗുരുവായൂരപ്പനെ നിങ്ങളങ്ങനെ മനസ്സിലേക്ക് ധ്യാനിച്ച് തപസ് ചെയ്യാനായിട്ട് പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് അതേറെ സന്തോഷമായി. അവരങ്ങനെ നേരെ മുന്നിലുള്ളതായിരിക്കുന്ന ആ ജലാശയത്തിലേക്ക് ഇറങ്ങി. എന്നിട്ടോ സ്വധർമ്മനിഷ്ഠശതജന്മഭിപ്പുമാൻ വിരിഞ്ചതാമേതി തതഃ പരം ഹിമാം അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം പദം യഥാഹം വിബുധാ കലാത്യേ. സാക്ഷാൽ മഹാദേവൻ പറഞ്ഞു തന്നതായിരിക്കുന്ന ആ രുദ്രഗീതം ജപിക്കാനായിട്ട് ഉറപ്പിച്ചു. എന്നിട്ട് രുദ്രഗീതമൊക്കെ കുറേ പ്രാവശ്യം ജപിച്ച് അവരിപ്പോൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത്രേ. അഥാനഖാംഘ്രേ തവ കീർത്തി തീർത്ഥയോരന്തർബഹി സ്നാനവിദൂതപാപ്മന. അനഘാംഘ്രേ. സാക്ഷാൽ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? അനഘനാണ് ഭഗവാൻ. അനഘൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? അഖം ഒരു തരി പോലും ബാധിക്കാത്ത ആളെയാണ് അനഘൻ എന്ന് പറയുക. പാപരഹിതൻ എന്നർത്ഥം. പാപരഹിതനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ അംഘ്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദങ്ങൾ. സാക്ഷാൽ ഭഗവാന്റെ പാദങ്ങളെ ഈ കുട്ടികൾ നന്നായിട്ട് ധ്യാനിക്കാനായിട്ട് പുറപ്പെട്ടു അല്ലേ? എന്താ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിൻ്റെ പ്രാധാന്യം എന്ന് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. എന്താ ഭഗവാന്റെ ആ പാദത്തിൻ്റെ പ്രാധാന്യം? യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം. ദുര്മധുര എന്നാ വിചാരിച്ചത് ഭഗവാന്റെ പാദത്തിന്. പലരും ഇങ്ങനെ കൃഷ്ണൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയുക, അത്രേ മധുരാട്ടോ ഭഗവാൻ, അങ്ങയുടെ പാദത്തിന് നല്ല മധുരാട്ടോ, കൽക്കണ്ടം പോലെ മധുരാട്ടോ ഭഗവാന്. പലരും ഇങ്ങനെ തൻ്റെ പാദത്തിന് മധുരാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാനും തോന്നി അത്രയൊക്കെ മധുരം ഉണ്ട് വെച്ചാൽ എന്ത് വേണം, മധുരം ഒന്ന് എനിക്കും അറിയണ്ടേ, എനിക്കും ആ മധുരം ഒന്ന് അറിയണമെന്ന് വിചാരിച്ചൊരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു വലിയ ആലിൻ്റെ മുളയ്ക്ക് അങ്ങോട്ട് കയറി. തെങ്ങിൻ്റെ മുളയ്ക്ക് ആൾക്കാർ കയറുന്നുണ്ടല്ലേ, അതേപോലെ ഈ ഭഗവാനും ആലിൻ്റെ മുളയ്ക്ക് അങ്ങോട്ട് കയറി. എന്നിട്ടോ ഭഗവാൻ എങ്ങനെ നടന്ന് കൊമ്പിൻ്റെ മുകളിൽ കൂടെ നടന്ന് നോക്കിയപ്പോൾ നല്ലൊരു ആലില കണ്ടു. അത്ര ആലിലേക്ക് എത്രയേ വലിപ്പം ഉണ്ടാവുള്ളൂ, ഏറിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിൻ്റെ അത്രയേ വലിപ്പം ഉണ്ടാവും. അങ്ങനെയുള്ള ആ ആലിലയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ കടന്നു അല്ലേ. അപ്പോൾ ആലിലയിൽ ഭഗവാൻ കിടക്കണം എന്ന് വെച്ചാൽ ഭഗവാൻ എത്ര വലിപ്പം ഉണ്ടാവണം? ആലിലേൻ്റെ എത്ര വലിപ്പം പാടില്ല അല്ലേ. നമ്മളെക്കാട്ടിലും വലിപ്പം കട്ടിലിനുണ്ട് വെച്ചാലേ നമുക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ കട്ടിലിന് വലിപ്പം കുറവാച്ചാൽ മര്യാദയ്ക്ക് കിടക്കാൻ പറ്റും? അത് പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഈ ആലിലേനേക്കാൾ ചെറിയതായിരിക്കുന്ന വലിപ്പത്തിനെ സ്വീകരിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ. എന്നിട്ടോ ആ ആലിലേൻ അങ്ങനെ കടന്ന് കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം
വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഭഗവാൻ തൻ്റെ പാദത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ യശോദാദേവി പാദത്തിൽ അണിയിച്ചതായിരിക്കുന്ന സ്വർണത്തിൻ്റെ പാദസരം കണ്ടു അത്രേ. ആ പാദസരം ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളകി ഇങ്ങനെ പാദസരം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ, പദഭജനം ശ്രേയ. ശ്രേയസ് ഉണ്ടാവണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പാദത്തിനെ ആശ്രയിച്ചാൽ മതി, ഈ പാദത്തിനെ ആശ്രയിച്ചാൽ മതി എന്ന് പറയണ ഭഗവാന്റെ പാദത്തിലുള്ള പാദസരം എങ്ങനെ പറയുന്നുണ്ട് വെച്ചാൽ, ഞാനും അത് തന്നെയല്ലേ വേണ്ടത്, എൻ്റെ പാദത്തിനെ ആശ്രയിക്കല്ലേ വേണ്ടത് എന്ന് തോന്നി ഈ ശ്രീകൃഷ്ണ ഭഗവാപ്പോ കുഞ്ഞി കൈകളെ കൊണ്ട് കുഞ്ഞി പാദം മെല്ലെ മെല്ലെ പിടിച്ച് 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 ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വില്ല് കിട്ടണത് കണ്ടല്ലേ അല്ലേ? അമ്പും വില്ലൊക്കെ ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിയിട്ട് വില്ലിങ്ങനെ. ഇതേപോലെ ഭഗവാനെ ഇപ്പോൾ പാകപ്പാട് ഒരു വൃത്തത്തിൻ്റെ ആകൃതിയായി ഇത്രയേ ഭഗവാൻ അല്ലേ? കൈകളെ കൊണ്ട് തൻ്റെ പാദം പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പാദത്തിൻ്റെ ഭഗവാൻ എങ്ങനെ ആ പാദത്തിൻ്റെ നഖം ഇങ്ങനെ ചുണ്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പുറപ്പെടുമ്പോഴേക്ക് കൈ അങ്ങോട്ട് വിടും ഭഗവാൻ അല്ലേ? ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ പാദത്തിന് എത്രത്തോളം മനോഹരമാണ് ഭഗവാന്റെ പാദം, എന്തൊരു മധുര ഭഗവാന്റെ പാദം. അഥാനഖാഘ്രേ തവ കീർത്തി തീർത്ഥയോരന്തർബഹിസ്നാന വിധൂതപാത്മനാം. ഇങ്ങനെ കുട്ടികൾ ആ വെള്ളത്തിലെങ്ങനെ ഇറങ്ങിക്കൊണ്ട് ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന ആ കീർത്തനങ്ങൾ, അതും മഹാദേവൻ പറഞ്ഞു തന്നതായിരിക്കുന്ന രുദ്രഗീതം അങ്ങനെ ജപിക്കാനായിട്ടതാ പുറപ്പെട്ടു. ഓരോ ദിവസവും ശ്രീകൃഷ്ണ ഭഗവാൻ കുട്ടികളെ ജപിക്കണമെന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് ശ്രീകോവിലിന് മെല്ലെ ഇറങ്ങും അത്രേ. ഭഗവാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എപ്പോഴാണ് അവരിത് നിർത്തുക എന്ന് ആർക്കാ അറിയാം അല്ലേ? അപ്പോൾ വല്ല വിശപ്പറ്റ വന്നാലും ഏകാശിയാ പറഞ്ഞിട്ട് കാര്യമില്ല, ഭക്ഷണം കഴിക്കണം. ഈ കൃഷ്ണൻ എന്തായാലും അതെ അല്ലേ? ഭഗവാൻ എന്തായാലും വിശപ്പ് സഹിക്കാൻ പറ്റില്ല. ഭഗവാൻ നമ്മളെ പോലെ തന്നെയാണ്, നമുക്കും അത് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ കയറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കണം അല്ലേ? ഇതേപോലെ ഈ ശ്രീകൃഷ്ണ ഭഗവാനും അത് നോക്കൂ അത്രേ, മുന്നിലേക്ക് നോക്കും. എന്തെങ്കിലും ഉണ്ടോ മേശാന്തി, എന്തെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് വെച്ചുണ്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്, നേദ്യം കഴിക്കാൻ വേണ്ടി. നോക്കിയ സമയത്ത് ഇത് അവിടെ കൽക്കണ്ടുണ്ട്, മുന്തിരിയുണ്ട്, അവലുണ്ട്, മലരുണ്ട്. ഇതൊക്കെ പാടെ ഭഗവാൻ ഒരു ഇലയിലാക്കി പൊതിഞ്ഞ് ഇടത്തെ കയ്യിൽ പിടിച്ച് മെല്ലെ മടിയിലേക്ക് എടുത്തേക്കും. എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ മെല്ലെ ശ്രീകോവിലിൽ നിന്ന് ഇതാ പുറത്തേക്ക് ഇറങ്ങി, സോപാനമൊക്കെ ഇറങ്ങി 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 2-2.5 വയസ്സായിട്ടേ ഉള്ളൂ. അങ്ങനെ ആ ഉണ്ണിക്കണ്ണൻ മെല്ലെ ഇങ്ങനെ താഴത്തേക്ക് ഇതാ ഇറങ്ങി പുറത്തേക്ക് സോപാനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇതാ വന്ന്, അപ്പോൾ ഈ മേൽപ്പത്തൂരി ഇരുന്ന സ്ഥലമൊക്കെ കണ്ടു ഭഗവാൻ. അതിൽ കൂടിയൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ മെല്ലെ മെല്ലെ ഇതാ പുറത്തേക്ക് വന്ന് കൊടിമരത്തിൻ്റെ അടുത്തെത്തി. കുറച്ചും കൂടി പുറത്തേക്ക് അങ്ങോട്ട് പോയ സമയത്ത് അവിടെ അതാ നേരത്തെ പറഞ്ഞതുപോലെ വലിയതായിരിക്കുന്ന ഒരു സരസ്. ആ സരസിൻ്റെ തീരത്ത് കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്ര. ആ മരത്തിൻ്റെ പിന്നിൽ അങ്ങനെ ഭഗവാൻ ഒളിഞ്ഞിരുന്നു കൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾ ജപിക്കുന്നതായിരിക്കുന്ന ഈ മന്ത്രം ഇങ്ങനെ ശ്രദ്ധയോട് കൂടിയിട്ടതാ കേട്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ വിചാരിച്ചു, എൻ്റെ ശബ്ദറ്റം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ജപിക്കണത് നിർത്തിയാലോ, അത് പറ്റില്ല കേട്ടോ എന്ന് വിചാരിച്ച് ഭഗവാൻ തൻ്റെ കാലിൻ്റെ മുകളിലെ പാദസരമൊക്കെ മുകളിലേക്കാക്കി, അരയിലുള്ളതായിരിക്കുന്ന ആ കിങ്ങിണിയൊക്കെ ദാ മുകളിലേക്കാക്കി, ഭഗവാൻ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ദാ മുകളിലേക്ക് ഇതാക്കി. ശബ്ദം ഉണ്ടാവാൻ പാടില്ല. ശബ്ദം ഇല്ലാച്ചാൽ ശബ്ദറ്റം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളിതാ എന്നെ കണ്ടാലോ, എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർ ജപിക്കൊന്നുമില്ല, ജപമൊക്കെ അവരിതാ നിർത്തുമെന്ന് വിചാരിച്ച് ശബ്ദം ഉണ്ടാക്കാതെ ഭഗവാൻ ആ കുട്ടികളെ അനുഗ്രഹിക്കാനായിട്ടിതാ എത്തിച്ചേരണു.